മുംബൈക്കടുത്ത് ലോണോവാലയിലെ ബുഷി ഡാമിന് സമീപം ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഒരു കുടുംബത്തിലെ 8 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു ഈ സംഭവം. ഡാം നിറഞ്ഞൊഴുകുന്ന ആസ്വദിക്കാനെത്തിയ കുടുംബമാണ് ഒഴുക്കിൽപ്പെട്ടത്. അതിൽ 5 പേരെയാണ് കാണാതായത്. ഒരു സ്ത്രീയുടെയും 2 കുട്ടികളുടെയും മൃതദേഹം പിന്നീട് കണ്ടെത്തി. 4ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികളെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ശ്രീനാഥ് ചന്ദ്രൻ വീണ്ടും മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, മറ്റ് 2 പേരുടെ അവരെ തെരച്ചിൽ തുടരുകയാണെന്ന് രാവിലെ നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ അവരെ? SKN ഇപ്പോൾ രാവിലെ രക്ഷാദൗത്യം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ഈ 2 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മരിയ അൻസാരി 9 വയസ്സുള്ള കുട്ടിയാണ്. അതുപോലെ ഷബത് അൻസാരി 4 വയസ്സ്. ഇങ്ങനെ 2 കുട്ടികളാണ് ഇപ്പോഴും എവിടെയാണ് എന്നറിയാത്ത സ്ഥിതിയിലുള്ളത്. ഇന്നലെ 3 പേരുടെ മൃതദേഹം പുറത്തെടുത്തു. 36 വയസ്സുള്ള സഹിഷ്ഠ അൻസാരി, ഒപ്പം 13 വയസ്സുള്ള അമീമ അൻസാരി എന്നീ 2 പേരെ ആണ് കണ്ടെത്തിയത്. നേരത്തെ ഈ ഒഴുക്കിൽപ്പെട്ടവരിൽ ചിലർ നീന്തി കരയ്ക്ക് വന്നിരുന്നു. പിന്നീട് 5 പേരെയാണ് കാണാതായത്. വൈകിട്ടോടെയാണ് ഇതിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു. ഏതായാലും വലിയ വിമർശനങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ സർക്കാർ ഏർപ്പെടുത്തിയ സുരക്ഷയെക്കുറിച്ചൊക്കെ വലിയ വിമർശനങ്ങൾ ഇതിനോടകം ഉയർന്നു വരുന്നുണ്ട്. എല്ലാ മഴക്കാലത്തും ഇവിടേക്ക് സഞ്ചാരികൾ എത്താറുണ്ട്. കാരണം ഈ ഡാം നിറഞ്ഞതിന് ശേഷം അതിന് മുകളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിയെത്തുന്നതും അവിടെ ചില പടവുകൾ പോലെയുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് ഇത് ആസ്വദിക്കുന്ന ആളുകൾ നിരവധിയായി എത്താറുള്ളതാണ്. പക്ഷെ പലപ്പോഴും അവിടെ വലിയ തോതിൽ പെട്ടെന്ന് വെള്ളത്തിന്റെ നിരപ്പ് അത് വലിയ തോതിൽ ഉയരുകയും അത് ആളുകൾക്ക് മുകളിലേക്ക് വരികയും ആളുകൾക്ക് ഈ അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങളും ഇതിനു മുൻപും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ ഗുരുതരമായ തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇന്നലത്തെ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ വെള്ളത്തിലേക്ക് ആളുകൾക്ക് ഇറങ്ങുന്നതിനൊക്കെ തന്നെ നിയന്ത്രണം ഈ ഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദീർഘനാളത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗൗരവമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സംഭവം. താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. ഏറ്റവും സങ്കടകരമായ ആ വാർത്തയാണ് നമ്മളെ തേടി ഇന്നലെ വന്നത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു ഈ സംഭവം. ലോണോവാലയിലെ ബുഷി ഡാമിന് സമീപമാണ് ഒരു കുടുംബം മുഴുവൻ ഒഴുക്കിൽപ്പെട്ടത്. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു. മറ്റ് 2 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്.